إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا ومن يطع الله ورسوله فقد رشد ومن يعص الله ورسوله فقد غوى وقد ضل ضلالا مبينا اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا أما بعد فإن أصدق الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس عباد الله أوصيكم وإياي بنفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാനമുള്ള വിശ്വാസികളെ പ്രപഞ്ച സൃഷ്ടാവും സംരക്ഷകനും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷ്മത പുലർത്തി യഥാർത്ഥ തഖ്വയുള്ള വിശ്വാസികളായി തീരാൻ പരിശ്രമിക്കണേ എന്ന് ശ്രദ്ധത്തോടെ എന്ന പോലെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധമായ ഒരു മാസത്തെ വ്രതവും ശേഷമുള്ള സന്തോഷത്തിന്റെ പെരുന്നാളും കഴിഞ്ഞുള്ള ആദ്യത്തെ ഒരു വെള്ളിയാഴ്ച ദിവസത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. റമദാൻ തിന്മകളിൽ നിന്നും നമ്മെ തടയുകയും ധാരാളം നേട്ടങ്ങൾ നമുക്ക് സമ്മാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അവയെ നിലനിർത്തിക്കൊണ്ട് പോകാൻ നമുക്ക് കഴിയണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. റമദാനിൽ ഇത്തരത്തിലെ തിന്മകൾ ഒഴിവാക്കാനും നന്മകളിലേക്ക് മത്സരിക്കാൻ നമുക്ക് സാധിച്ചതിന്റെ കാരണം അല്ലാഹു പിശാചിനെ കെട്ടിയിട്ടു എന്നതായിരുന്നു. ശരീകരിക്കേണ്ടതിന്റെ ഹദീസും റമദാൻ ഫുതിഹത്ത് അബ്വാബുൽ ജന്ന വഉലഖത്ത് അബ്വാബുൻ നാർ വസുഫിദത്ത് ശയാത്തീൻ. പിശാചിനെ ബന്ധിക്കപ്പെട്ട മാസമായിരുന്നു. കെട്ടിയിടപ്പെട്ട പിശാച് നമ്മെ വഴിതെറ്റിക്കാൻ ആ സമയത്ത് വന്നിരുന്നില്ല. എന്നാൽ ശവ്വാൽ പിറന്നതോടെ ആ പിശാച് വീണ്ടും പഴയ രൂപത്തിൽ ആയിരിക്കുകയാണ്. റമദാനും അതിനുശേഷമുള്ള നമ്മുടെയൊക്കെ ജീവിതവും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ് നമ്മുടെ ജീവിതത്തിൽ പിശാചിനും അവരുടെ ദുർബോധനങ്ങൾക്കും എത്രമാത്രം സ്വാധീനം ഉണ്ട് എന്നത്. കെട്ടഴിച്ചു വിടപ്പെട്ട പിശാച് ഇപ്പോൾ സ്വതന്ത്രനാണ്. അതിനാൽ കൂടുതൽ അവനെ സൂക്ഷിക്കാനാണ് ഇനി നമുക്ക് കഴിയേണ്ടത്. ആദം നബിയെയും ഹവ്വ ഉമ്മയെയും സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയ പിശാച് വഴിതെറ്റിപ്പോയി നാം കരുതിയിരിക്കണം. അതെ, യാ ബനി ആദം ലാ യഫ്തനകും ശൈത്വാനു കമാ ഖറജ അബവൈകും മിനൽ ജന്ന. ആ സ്വർഗ്ഗത്തിൽ നിന്ന് നമ്മെ പുറത്താക്കിയ പിശാചുണ്ടല്ലോ, ആദ്യ സന്തതികളെ വിളിച്ചുകൊണ്ടെന്ന് പറയാം. നോക്കൂ, നിങ്ങൾ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയ ആദമിനെയും ഹവ്വയെയും
നമ്മുടെ മാതാപിതാക്കള്. അതുകൊണ്ട് തന്നെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കാൻ വേണ്ടി ആവശ്യപ്പെടുക. വഴിതെറ്റിക്കാനായി അവനും കൂട്ടാളികൾ നമ്മെ കണ്ടുകൊണ്ടേയിരിക്കും. ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹു. നിങ്ങൾ കാണാത്ത രൂപത്തിൽ ആ പിശാച് നമ്മെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കും. അതേ വിശ്വാസികളെ, പിശാച് മനുഷ്യന്റെ പ്രത്യക്ഷ ശത്രുവാണ്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. അറിയാമല്ലോ. അതിനാൽ അവന്റെ കാൽപ്പാടുകൾ നിങ്ങൾ പിന്തുടരാൻ പാടില്ല. വലാ തത്തബിഉ ഖുതുവാതി ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ എന്ന് കൃത്യമായി പഠിപ്പിച്ചു. ആ പിശാചിനെ ശത്രുവായി തന്നെ കാണാൻ അല്ലാഹു കൽപ്പിച്ചു. ഇന്ന ശൈത്വാൻ ലക്കും അദുവ്വുൻ ഫത്തഖിദുഹു അദുവ്വ. അത് കൃത്യമായി പറഞ്ഞു നമ്മോട്. അവിശ്വാസിയുടെ കൂട്ടാളിയാണ് പിശാച് എന്ന് പഠിപ്പിച്ചു. ഇന്നാ ജഅൽനാ ശയാത്തീന ഔലിയാ ലില്ലദീന ലാ യുമിനൂൻ. ആ വിശ്വസിക്കാത്ത ആളുകൾക്കുള്ള കൂട്ടാളി കൂടിയാണ് പിശാച് എന്നുള്ളത്. അതിനാൽ തന്നെ പല നിലക്കും വിശ്വാസിയെ വഴിതെറ്റിക്കാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. സ്വർഗപ്രവേശനത്തിന് പ്രവർത്തിക്കുന്ന മനുഷ്യനെ അതിന് എങ്ങനെയെങ്കിലും തടയാനാണ് ഒന്നാമതായി അവൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിനായി മനുഷ്യരെതിരെ അവൻ എല്ലാവിധ തന്ത്രങ്ങളും പ്രയോഗിച്ചുകൊണ്ടിരിക്കുമെന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. എല്ലാം അലങ്കാരമായി തോന്നിപ്പിക്കുകയും പഠിപ്പിക്കേണ്ട ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പണി അയാൾ ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ്. സ്വർഗത്തിൽ തെറ്റിക്കാൻ നിന്നും അതേ സ്വർഗത്തിൽ നിന്നും അവൻ തെറ്റിച്ചു കളയാൻ സദാ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. മുസ്തഖീമായ ആ റൂട്ടിൽ നിന്ന് നമ്മെ തെറ്റിക്കാൻ വേണ്ടി അവിടെയും പിശാച് കടന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കും. പിശാച് കൽപ്പിക്കുന്നതോ തിന്മകൾ മാത്രമാണ്. ആ പിശാച് തിന്മകളാണ് നമ്മെ തോൽപ്പിക്കുക. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, കരുതിയിരിക്കണം. കെട്ടിയിടപ്പെട്ട പിശാചിലൂടെ റമദാനിലൂടെ നാം സുന്ദരമായി നേടിയെടുത്ത നന്മകളെ കൊണ്ടുപോയി കൊട്ടിക്കളയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാൻ പിശാച് കളഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കും. അതാണ് മക്കയിലുണ്ടായിരുന്ന പ്രാന്തിപ്പെണ്ണ് കാണിച്ച പണിയും. എന്താ ചെയ്ത് നല്ല ഭദ്രമായി നെയ്തെടുത്ത നൂലിനെ അതിന്റെ ഇലകളായി പിരിച്ച് വീണ്ടും പഴയ കോലത്തിലേക്കാക്കി എടുക്കുന്ന ആ പ്രാന്തിപ്പെണ്ണിന്റെ പണി ഇനി നമ്മൾ ആവർത്തിക്കാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. അതിനുള്ള പ്രതിജ്ഞകളും അതിനുള്ള പ്രാർത്ഥനകളും അതിനുള്ള പ്രവർത്തനങ്ങളുമായിരുന്നു വിശുദ്ധ റമദാനിലൂടെ നമ്മൾ നേടിയെടുത്തത്. നിസ്കാരം തെറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നിസ്കാരം തെറ്റിക്കാൻ സ്പെഷ്യൽ ഡ്യൂട്ടിയുള്ള പിശാച് തന്നെയുണ്ട്. നിസ്കാരവും ഖുർആൻ പാരായണവും പിശാച് കുഴപ്പത്തിലാക്കുന്നു എന്ന് പരാതി പറഞ്ഞ ഉസ്മാൻ റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാക ശൈത്വാൻ യുഖാലു ലഹു ഹിൻസബ്. അത് ഹിൻസബ് എന്ന് വിളിക്കപ്പെടുന്ന ശൈത്താനാണ് തെറ്റിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഉസ്മാൻ റളിയല്ലാഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. എങ്ങനെ ഫൈദ അഹ്സസ്തഹു ഫതഅവദ് ബില്ലാഹി മിൻഹു വഖ്ഫിർ അലാ യസാരിക സലാസൻ. ഇമാം മുസ്ലിം ധരിക്കുന്ന ഹദീസിൽ പറയാം, അവന്റെ പ്രയാസം നിനക്ക് അനുഭവപ്പെട്ടാൽ നീ അവനിൽ നിന്നും അല്ലാഹുവിനോട് രക്ഷ തേടുകയും രണ്ട് ഭാഗത്ത് 3 തവണ പാട്ടിത്തുകയും ചെയ്യുക എന്ന് കൃത്യമായി പഠിപ്പിച്ച് നടത്തിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഓട്ടുവായിടുമ്പോൾ പ്രയാസപ്പെടുത്തും. നിങ്ങളിൽ ഒരാൾക്ക് ഓട്ടുവാണെന്നാൽ അവൻ തന്റെ കൈകൊണ്ട് അവന്റെ വായ പൊത്തിപ്പിടിക്കട്ടെ. തീർച്ചയായും പിശാച് അതിലൂടെ പ്രവേശിക്കുമെന്നാണ് കൃത്യമായി പഠിപ്പിച്ചത്. ഇമാം അലി റഹ്മത്തുള്ളാഹി പറയാണ്, കാലുലമാഹു അമറ ബിഖദ്രി സവാബി വറദിഹി വവദിൽ യദി അലൽ ഫമി ലിയല്ലാ യബ്ലു ശൈത്വാൻ മുറാദഹു മിൻ തസ്ബീഹി സൂറത്തിഹി വദുഹൂലിഹി ഫമഹു വലഹ്മിഹി മിൻഹു വല്ലാഹു അലം. എന്താ പറഞ്ഞത്? പണ്ഡിതന്മാർ പറയാണ്, ഓട്ടുവ അടക്കി നിർത്തുവാൻ, പിടിച്ചു വെക്കാൻ, കൈവാട് മീത വെക്കുവാൻ അവിടുന്ന് കൽപ്പിച്ചു. ഓട്ടുവാന് എഴുന്നവന്റെ രൂപം വികൃതമാക്കുകയും അവന്റെ വായ പ്രവേശിക്കുകയും
അവനെ പരിഹരിച്ച് ചിരിക്കുകയും ചെയ്യുക എന്ന പിശാചിന്റെ ലക്ഷ്യം സാധീകരിക്കാൻ വേണ്ടിയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം പറഞ്ഞത് എന്ന് പഠിപ്പിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അല്ലാഹു അലം. അല്ലാഹു അറിയാവുന്ന വിഷയത്തെ കുറിച്ച് നോക്കൂ നിങ്ങൾ. അപ്പൊ കൂട്ടുവായിരുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് പഠിപ്പിച്ചത്. അതേപോലെ തന്നെ ദമ്പതിമാരെ പരസ്പരം തെറ്റിക്കാൻ ശ്രമിക്കും. അല്ലെ, ഓരോ ദിവസവും സമുദ്രമധ്യത്തിൽ വെച്ച് ചേരുന്ന ഈ സംഗമത്തിൽ സംഗമത്തിൽ അവളെ മനുഷ്യരെ വഴിതെറ്റിച്ച പിശാചുക്കളെ അവളുടെ സംഘം ആദരിക്കുമെന്ന, എന്നിട്ട് അതിൽ ഏറ്റവും ആദരം നൽകുന്നത് ആർക്കറിയോ? ദമ്പതികളെ പരസ്പരം തെറ്റിച്ച പിശാചിനാണ് എന്ന ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന 2813 ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. അതേ വിശ്വാസികളെ ദമ്പതിമാരെ തെറ്റിച്ചവരെ കുറിച്ചാണ്. അവർക്കാണ് ഏറ്റവും ആദരവും ബഹുമാനവും. പിശാചിന്റെ സംഗമത്തില് അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ കിരീടം ആർക്കുള്ളതാണ്? ദമ്പതിമാരെ ഭാര്യഭർത്താക്കന്മാരെ തെറ്റിച്ച ആൾക്കാണ് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ആദരവ് ബഹുമാനം കൊടുക്കുന്നത് എന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിശാചിനെ ശക്തമായി കരുതിയിരിക്കേണ്ടതുണ്ട്. വിശ്വാസികളെ പിശാച് വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് പഠിപ്പിക്കുന്നത്. എന്നും മനുഷ്യരെ വഴികളിലാക്കാൻ തലയിൽ 3 കെട്ടുകൾ പിശാചുകളുണ്ട് എന്ന അതേ ഒരാൾ ഉറങ്ങുമ്പോ പിശാച് അവന്റെ തലയിൽ 3 കെട്ടുകളിടുമെന്ന. അല്ലെ, റമദാൻ കഴിയുന്നതോടെ ഈ പിശാച് വിഹരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ലാഹു പിശാചിനെ കെട്ടിയിട്ടതിനാൽ നമുക്ക് അവന്റെ പ്രയാസം അത് ഉണ്ടായിട്ടില്ല. ഇനി അവൻ എന്നും നമ്മളിലേക്ക് എത്തുമെന്നതിനാൽ റമദാൻ നേടിയ ചൈതന്യം ഉൾക്കൊണ്ട് കൂടുതൽ ജാഗ്രതയോടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ നമുക്ക് പരമാവധി കഴിയേണ്ടതുണ്ട്, പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വിശ്വാസികളെ 4 കാര്യം മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, വിശുദ്ധ റമദാന് ശേഷം നാം പഴയ പടിയിലേക്ക് തന്നെ പോയിട്ടുണ്ടോ ശക്തമായി ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെ തന്നെയാണ് എങ്കിൽ ആ പഴയ പടിയിലേക്ക് പിന്നെ ശാബാനിലേക്ക് തന്നെയാണ് നാം തിരിച്ചു പോയിട്ടുള്ളത് എങ്കിൽ നമ്മുടെ നോമ്പ് കൊണ്ട് നമുക്ക് യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല, അല്ലാഹു കബൂലാക്കിയിട്ടില്ല എന്നതിന്റെ ശക്തമായ തെളിവ് കൂടിയാണ് എന്ന് നാം മനസ്സിലാക്കണം. രണ്ടാമത്തേത്, സ്വീകരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കർമ്മങ്ങൾ ചെയ്താൽ പോരാ. സ്വഹാബത്തിന്, താബീങ്ങൾക്ക്, ഇമാമിങ്ങൾക്ക്, മുമ്പ് കഴിഞ്ഞ മഹാന്മാർക്ക് കർമ്മങ്ങൾ ചെയ്യാനല്ല പ്രയാസമുണ്ടായത്. പിന്നെ ആ ചെയ്ത കർമ്മം സ്വീകരിച്ചു കിട്ടാൻ വേണ്ടിയാണ് അവർ പ്രയാസപ്പെട്ടത്. അതുകൊണ്ടാണ് അടുത്ത 6 മാസം വരെയും അവർ റമദാനിൽ ചെയ്ത കർമ്മങ്ങൾ സ്വീകരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചത്. എന്തിനേറെ കഅബാലയങ്ങൾ പടുത്തുയർത്തിയപ്പോൾ ആ മഹാരഥന്മാരായ പ്രവാചകന്മാരും പ്രാർത്ഥിച്ചത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പ്രവാചകന്മാരാണ് കേട്ടോ. പ്രാർത്ഥിച്ചത് ആരാണ്? പ്രവാചകന്മാരാണ്. എന്താണ് അവർ ചെയ്ത പ്രവൃത്തി? കഅബാലയമാണ്, ഒന്നാമത്തെ ഭവനത്തെയാണ് അവർ പടുത്തുയർത്തിയത്. എന്നിട്ട് പ്രാർത്ഥിച്ചത് സ്വീകരിച്ചു കിട്ടാൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, ആ റമദാനിലൂടെ നേടിയെടുത്തത് സ്വീകരിച്ചു കിട്ടാൻ വേണ്ടി അതിശക്തമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. മൂന്നാമതായി ശക്തമായ പേടി ഉണ്ടാവണം. സ്വീകരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള ശക്തമായ ഭയം നമുക്കുണ്ടാവണം. അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല. ആ റമദാനിൽ അത്യാവശ്യം ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാഹ്, ഇനി അടുത്ത റമദാൻ വരുന്ന നോക്കിയാൽ മതിയല്ലോ എന്ന ഒരു ഭാവമാണ് എങ്കിൽ അതോടുകൂടി അതൊക്കെ നഷ്ടപ്പെടുമെന്നത് കൂടി ശക്തമായി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ആ റമദാനിലൂടെ നേടിയെടുത്തതിനെ അതിശക്തമായി കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ, വരും കാലത്തേക്കുള്ള ഊർജ്ജമാക്കി മാറ്റിയെടുക്കാൻ ആ വിശുദ്ധ റമദാനിലെ എല്ലാ കർമ്മങ്ങളും എവിടെയുണ്ട്? റമദാന് ശേഷവും ഉണ്ട്. തറാവീഹ് എന്ന ജമാഅത്ത് നമസ്കാരം മാത്രമേ ഇല്ലാത്തതുള്ളൂ. എന്നാൽ ആ കർമ്മമുണ്ടോ? ഉണ്ട്. ഒരു റക്അത്തെങ്കിലും, ഒരു 3 റക്അത്തെങ്കിലും, ഒരു 5 റക്അത്തെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ കുറച്ചാണെങ്കിലും അത് പതിവായി ചെയ്യാം. റമദാൻ പ്രത്യേകമായി സ്പെഷ്യൽ ആയിട്ട് ഒന്നുമില്ല. ഒരു ഇത്തിക്കാഫ് മാത്രമേ പറയാം. അടുത്ത ഇത്തിക്കാഫ് എന്താണെങ്കിലും റമദാൻ അല്ലാത്ത കാലത്ത് നമുക്ക് കഴിക്കാൻ പറ്റും. പക്ഷേ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് സ്പെഷ്യൽ ആയിട്ട് ഒന്നും
റമദാൻ കഴിയില്ല. ആ ചെയ്യുന്നതൊക്കെ എന്താകുന്നു? ഒരു സംഘമായി ചെയ്യുന്നു, ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ പ്രത്യേകമായ ഒരു അവസരങ്ങൾ കിട്ടി എന്നല്ലാണ്ട് അത് റമദാൻ ശേഷം നമുക്ക് തുടർന്നു പോകാൻ സാധിക്കേണ്ടതുണ്ട്. അത് റമദാനോട് നിർത്തിവെക്കാൻ ആയിട്ടില്ല എന്നാണ് വിശ്വാസികളെ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ആ വിശുദ്ധ റമദാനിലൂടെ നേടിയെടുത്ത ചൈതന്യം റമദാനിന്റെയും ശവ്വാലിന്റെയും ആളല്ല നിങ്ങൾ. അതല്ല ആവേണ്ടത്, ആ റബ്ബിന്റെ ആളായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ്. ഇന്നല്ലദീന ഖാലു റബ്ബുനാ സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിൽ മലായിക. പ്രവാചകന്റെ അടുക്കൽ ഉപദേശം തേടി വന്ന സ്വഹാബികൾക്ക് ഉപദേശമെന്താ? ഖുൽ ആമന്തു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുമെന്ന് പ്രഖ്യാപിക്കണം. സുമ്മസ്തഖിം, പിന്നെ അതിന്റെ അടിവച്ച് നിൽക്കണമെന്ന് പഠിപ്പിച്ചത്. അതെ, ആ വിശുദ്ധ റമദാൻ നേടിയെടുത്ത മുഴുവൻ കാര്യങ്ങളും ശേഷമുള്ള മാസങ്ങളിലൂടെ അടിവച്ച് നിൽക്കാൻ നമുക്ക് സാധിക്കണം. റമദാൻ സ്പെഷ്യലായിട്ട് നമുക്കില്ല, വിശ്വാസത്തിൽ അങ്ങനെയൊന്നുമില്ല. റമദാന് അത് കൂടുതൽ സൽക്കരം ചെയ്യുമ്പോ ഇരട്ടിയായിട്ട് പ്രതിഫലം ലഭിക്കുന്നു എന്ന് മാത്രം. എന്നാൽ അത് മാസങ്ങളിലുമുണ്ട്. ജമാഅത്ത് നമസ്കാരമുണ്ട്, ജുമുഅയുണ്ട്, അതേപോലെ ഈ തറാവീഹ് നമസ്കാരം, അത് വിത്റായി, തഹജ്ജുദായി, അതേപോലെ ഖിയാമുൽ ലൈലായി, ഖിയാമുൽ അങ്ങനെ പലതിലും എഴുന്നേറ്റ് നമസ്കരിക്കാൻ സംവിധാനങ്ങളായി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. സ്വതക്കയുണ്ട്, സക്കാത്തുണ്ട്, എല്ലാം ഉണ്ട്. വിശ്വാസികളെ തൗബയുണ്ട്, ഇസ്തിഗ്ഫാറുണ്ട്, എല്ലാം ഇവിടെ കിടക്കുന്നുണ്ട്. അതൊക്കെ തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകണം. അത് ആ വിശുദ്ധ റമദാൻ ശേഷം നമുക്ക് തിന്മ ചെയ്യാൻ തോന്നുന്നുണ്ടോ? തിന്മ ചെയ്യാൻ തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആ റമദാൻ നേടിയെടുത്തതെല്ലാം നിഷ്ഫലമാകുന്ന പ്രവൃത്തിയാണ്. തൗബക്ക് മുമ്പുള്ള ഒരു പാപമുണ്ടല്ലോ, തൗബക്ക് ശേഷം ആ ഒരു പാപം ചെയ്തു പോയാൽ 70 പാപം ചെയ്ത തുല്യമാണ് എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിക്കുന്നത്. എങ്കിൽ വിശ്വാസികളെ നാം കരുതലോട് കൂടിയായിരിക്കണം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളുടെ മേഖലയിൽ പിശാചിനെ കെട്ടി ഊരപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നമ്മളൊപ്പം ഉണ്ട്. നമ്മെ കീഴ്പ്പെടുത്തും, നമ്മെ വേദനിപ്പിക്കും, നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളും ചെയ്യും. അത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കും. ആ പ്രേരണ വശംവദനാവാതിരിക്കാൻ നമ്മുടെ വിവാദങ്ങളെ അതിശക്തമായി ജാഗ്രതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അത് തുടർന്നുള്ള 6 നോമ്പ്, ചൊവ്വാഴ്ച 6 നോമ്പ്, അത് തുടർച്ചയായി എടുക്കുമ്പോഴാണ് ഉത്തമമുള്ളത്. ആ മാസത്തിലെപ്പോഴാണ് നമുക്ക് എടുത്തു തീർക്കാവുന്ന വിഷയം കൂടിയുണ്ട്. എന്തായാലും ആ നോമ്പുകളെ നമ്മൾ ശക്തമായി തിരിച്ചറിയേണ്ടതുണ്ട്. ഇങ്ങനെ വരും കാലത്തേക്കുള്ള ശക്തമായ ഊർജ്ജമായി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള പ്രവർത്തനങ്ങളായിരിക്കണം ഇനി അവിടുന്ന് കൊണ്ട് ഉണ്ടാവേണ്ടത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞുപോയി ഇനി പഴയതുപോലെ ആവാം വിചാരിക്കരുത്. ചെയ്ത പ്രവർത്തനം സ്വീകരിച്ച് കിട്ടാൻ വേണ്ടി അതിശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ എല്ലാം തികഞ്ഞെന്ന അഹങ്കാരത്തിന്റെ ഭാവം നമുക്ക് ഉണ്ടാവാതിരിക്കാൻ ഏറെ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക സ്വീകരിച്ച് കിട്ടാൻ വേണ്ടി. അങ്ങനെ ശക്തമായി നമ്മൾ ചെയ്ത അമലുകളെ സ്വീകരിച്ച് കിട്ടാൻ തുടർന്നുള്ള വഴികാലങ്ങളിലേക്കുള്ള ഊർജ്ജമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും വിധമുള്ള പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ പ്രാർത്ഥനകളുമായി കൊണ്ട് കഴിഞ്ഞുകൂടാൻ നമുക്ക് സാധിക്കണം. വിശ്വാസികളെ ഇനി അടുത്ത റമദാൻ വരുമ്പോഴേക്കും ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ നിങ്ങളുടെ എത്രമാത്രം ആരോഗ്യവാന്മാരായിട്ടുണ്ടാവും, അത് ജീവനുണ്ടാവുമോ നമുക്കറിയില്ലല്ലോ. അതാ ഇന്നലെ കൂടി നമ്മൾ ഇവിടെ പറഞ്ഞു, നമ്മുടെ സഹോദരങ്ങളുടെ ഒരു ഉമ്മയാണ് ഇതിന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ മരിത്തംസ്കാരം കഴിഞ്ഞാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇനി അടുത്ത സ്റ്റേജ് ആർക്കാണ് നമുക്കറിയില്ല. അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ, മാഫറത്തും മർഹമത്തും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. വിശ്വാസികളെ നാം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തില് ഈ മരണം എന്ന പ്രതിഭാസം ഏത് സമയത്ത് കടന്നു വരാമല്ലോ. തന്റെ പ്രിയപ്പെട്ട മോനെ ഒന്ന് ഗൾഫിലേക്കൊന്നും പോയി കാണാൻ ആഗ്രഹിച്ച ആ മകനാണെങ്കിൽ അവിടെ ബിസിനസ്സിനും മറ്റും കാര്യങ്ങളിലായതുകൊണ്ട് നാട്ടിലേക്ക് വരാൻ കഴിയാതെ ആയപ്പോ ഉമ്മ അങ്ങോട്ട് ചെന്നതാണ്. പക്ഷേ ഉമ്മ
ഉമ്മക്കും മകനും ഭാര്യയ്ക്ക് വിധി മറ്റൊന്നായിരുന്നു. പെട്ടെന്ന് വന്ന പ്രളയത്തിലൂടെ ആ കുടുംബത്തിലെ അംഗങ്ങൾ മരണപ്പെടുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ആ മകൻ ഏറെ സന്തോഷിച്ചു, ഉമ്മയും ഏറെ സന്തോഷിച്ചു. കാരണം എന്താ? ഉമ്മ മകനെ കാണാൻ വേണ്ടി ചെന്നതാ, വല്ലാത്തൊരു സന്തോഷത്തിലായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് പെട്ടെന്ന് പ്രളയം വന്ന് ആ പ്രളയത്തിൽ അവർ നഷ്ടപ്പെടുകയാണ്. നോക്കൂ നിങ്ങള്, ഒരു കുടുംബത്തിലെ പലരുമായി നഷ്ടപ്പെടുന്നത്. അള്ളാഹു ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള കരുത്ത് നൽകുമാറാകട്ടെ, അവർക്ക് മാഫറത്ത് നൽകുമാറാകട്ടെ. അതേ വിശ്വാസികളെ, നാം ആലോചിക്കണം, ഇതാണ് ജീവിതം, ഇത്രയുള്ളൂ. മരണം എപ്പോഴാണ്, ഏത് സമയത്താണ് നമുക്കറിയില്ല. അതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ ചാൻസുകളെ നാം നഷ്ടപ്പെടുത്താതിരിക്കുക. ആ ഊർജത്തെ വരും കാലത്തേക്ക് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശക്തമായി ശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ അഹങ്കാരത്തിന് ഭാവമില്ലാതെ മുന്നോട്ട് പോകാൻ, ഇനിയും ഒരുപാട് ചെയ്യാറുണ്ട് എന്ന ബോധത്തോടുകൂടി മുന്നോട്ട് പോകാൻ നാം ശ്രമിക്കുക. അതിനുവേണ്ടി പണിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഈമാനുള്ള ശക്തമായ ഈമാനികമായ പ്രവർത്തനങ്ങളുമായി മുന്നേറുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുവഹ്ഹിദുകളിൽ, മുത്തഖീങ്ങളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വസ്തഗ്ഫിറൂഹു. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد اتقوا الله عباد الله أوصيكم ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധികളെ കൂടെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മ വിശ്വാസികളെ. പിശാച മനുഷ്യനെ പരമാവധി വഴിതെറ്റിക്കാൻ ശ്രമിക്കും എന്നാണ് സൂചിപ്പിച്ചത്. അതിനാൽ ആ പിശാചിൽ നിന്നും അകന്നു നിൽക്കാനും രക്ഷ നേടാനുള്ള മാർഗങ്ങൾ സദാസമയം നാം സ്വീകരിക്കണം. പിശാചിൽ നിന്നും രക്ഷ ലഭിക്കാനുള്ള മാർഗം ഒന്ന്, നമ്മുടെ വീടുകളിൽ സൂറത്തെ അൽ ബഖറ പാരായണം ചെയ്യണം. ശുദ്ധ ഖുർആൻ റമദാനിൽ മാത്രമുള്ളതല്ല, റമദാൻ തന്നെ ഒരുപാട് വട്ടം ഹത്തം തീർക്കാനും ഒക്കെയായി ഉപയോഗിക്കപ്പെടേണ്ടതല്ല. അതേ ഇരട്ടി പ്രതിഫലം കിട്ടുമെന്നതിലൊക്കെ നമ്മൾ കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് മാത്രം. റമദാന് ശേഷം നമ്മുടെ വിശുദ്ധ ഖുർആന്റെ പാരായണം സജീവമായി നടക്കണം. അതിനെപ്പറ്റി റസൂൽ പറഞ്ഞ നിങ്ങൾ നിങ്ങളുടെ വീടുകളെ കബറാക്കാൻ പാടില്ല. ഇന്ന ശൈത്വാന യൻഫുറു മിനൽ ബൈത്തി അല്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. നോക്കൂ നിങ്ങൾ, നിശ്ചയം സൂറത്തുൽ ബഖറ പാരായണം ചെയ്ത വീടുകളിൽ നിന്ന് പിശാച് അകന്നു പോകുന്നതാണ് എന്ന. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ബഖറ ഖുർആൻ, വിശുദ്ധ ഖുർആൻ നമ്മുടെ വീടുകളിൽ അതിശക്തമായി നല്ല ഉച്ചത്തിൽ പാരായണം ചെയ്യാൻ കഴിയും. അപ്പോഴാണ് അതിന്റെ ആ ഒരു ഗാംഭീര്യവും പിശാചിനെ അവിടെ ശക്തമായി ഓടിപ്പോകാൻ ആ ഒരു പ്രചോദനം ലഭിക്കുക. മനസ്സിലല്ല പോകുന്നത്. പണ്ട് കാലം നമുക്ക് അറിയാലോ, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഒരു പരിസരത്ത് കൂടെ പോകുമ്പോൾ മുസ്ലിമിന്റെ വീടാണ്, അത് ഇന്നോന്റെ വീടാണ്, മറ്റോന്റെ വീടാണ് തിരിച്ചറിയുമായിരുന്നു. ഇന്നോ എല്ലാവരും വീടുമാരെയാ. ആ ടി വി ഓണായി കഴിഞ്ഞാൽ പിന്നെ കാണുന്നതും കേൾക്കണൊക്കെ എന്താ, സീരിയലും സംഗീതങ്ങളും കളിച്ചു പൊടിക്കാം. ഇന്ന് അതിന് കുറച്ച് കമ്മിയുണ്ട്. പിന്നെ അവന്റെ കയ്യിൽ തന്നെ ഒക്കെ ഉള്ളത്. ഇപ്പൊ മുമ്പിട്ട് നോക്കിയാൽ ആരെ വരുന്നത് എന്താ ഒന്നും ഒരു ലെവലുണ്ടാവില്ല. ആ കോലത്തിലേക്കാൾ പരിസരം പോലും പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ അതിലേക്കൊക്കെ ആകൃഷ്ടരായിക്കൊണ്ടിരിക്കുന്നത്. അത് പലതവണ നമ്മൾ എടുക്കാറുണ്ടെങ്കിൽ ഖുർആൻ ഒരു തവണയെങ്കിലും, ശുദ്ധ ഖുർആൻ ഒരു തവണയെങ്കിലും രാത്രിയിൽ ശുദ്ധ ഖുർആൻ ആ വീട്ടിലൊന്ന് ഓടാൻ വിശ്വാസികളെ നമ്മൾ മനസ്സ് വെക്കേണ്ടതുണ്ട്. നമ്മുടെ വീടുകളെ കബറാക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കുക. രണ്ടാമത്തേത് അല്ലാഹുവിന്റെ ആ റബ്ബിനോട് ശരണം തേടിക്കൊണ്ടായിരിക്കണം. അതേ ആ റബ്ബിനോട് എപ്പോഴും ചോദിക്കണം, പിശാചിനെ രക്ഷപ്പെടാൻ ചോദിക്കണം. റബ്ബി അഊദു ബിക മിൻ ഹമസാതി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. ആ ആയത്തിലെ വിശദീകരണത്തിൽ അവിടെ അമാനുകളുടെ പരിഭാഷയിൽ കാണാം ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന എന്താ? തന്റെ വീട്ടില് ആ ബെഡിലേക്ക് കടക്കുമ്പോ ആ ബെഡിൽ കിടക്കുന്ന വേളയിൽ ആ പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ചു. എന്റെ പിശാചിന്റെ ശരണമില്ലാതിരിക്കാൻ, പ്രയാസമില്ലാതിരിക്കാൻ, ശുദ്ധജീവികളുടെ പ്രയാസം വരാതിരിക്കാൻ, ഏഴെത്തുകൾ ശല്യമില്ലാതിരിക്കാൻ ആ പ്രാർത്ഥന കൃത്യമായോടെ പഠിപ്പിക്കുന്നുണ്ട്. അമ്മാനങ്ങളുടെ പരിഭാഷ നോക്കിയാൽ കാണാൻ സാധിക്കും. സൂറത്തുൽ മുഅ്മിനൂൻ പരിശോധിച്ചാൽ 97, 98 ആയത്തില് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞ് നമുക്ക്
കാണാൻ സാധിക്കും. ആയത്തിന്റെ വിശദീകരണത്തിൽ ആ പ്രാർത്ഥന കാണാൻ സാധിക്കും. ആ പ്രാർത്ഥന പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. അതേപോലെ രാവിലെ വൈകുന്നേരമുള്ള ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 100 വട്ടം എല്ലാം വേണ്ടി പഠിപ്പിച്ചു. എന്താണ് ചൊല്ലിയാൽ സംഭവിക്കുക? എന്നും ഈ ദിക്ർ 100 വട്ടം രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം ചൊല്ലിയാൽ രാവിലെ വരെ വിശ്രാമത്തിന്റെ സംരക്ഷണം ലഭിക്കുമെന്നാണ് ഇമാം ബുഖാരി ഹദീസിലൂടെ കൃത്യമായി പഠിപ്പിക്കുന്നത്. നാലാമത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഉള്ള ദിക്ർ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ദിക്ർ ചൊല്ലിയാൽ അവർ വിശാദിന് വഴിതെറ്റിക്കാൻ കഴിയില്ല എന്നാണ് പഠിപ്പിച്ചത്. അതേപോലെ പള്ളി പ്രവേശിക്കുമ്പോൾ പള്ളി പ്രവേശിക്കുമ്പോൾ ചൊല്ലിയാൽ ഇപ്രകാരം പറയും, എന്താ പറയാ, ദിവസം മുഴുവൻ നീ എന്നിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അബൂദാവൂദിൽ ഹദീസിലുള്ളത്. അതേപോലെ 6-ാമത്തെ കാലം സന്ധ്യാസമയങ്ങളിൽ കുട്ടികളെ പുറത്തു വിടാതിരിക്കുക. ഈ സമയം പിശാച് വിഹരിക്കുന്ന സമയമാണ്. അതിനാൽ കുട്ടികളെ പിടിച്ചു വെക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഉറങ്ങി എഴുന്നേറ്റാൽ ചെയ്യേണ്ട മര്യാദകൾ എന്താ എന്നും രാത്രി പിശാച് മനുഷ്യന് തലയിൽ 3 കെട്ടുകൾ പറഞ്ഞു. ശേഷം ആ കെട്ടുകൾ എപ്പോഴാണ് അഴിയ? ഉറങ്ങി എഴുന്നേൽക്കുമ്പോ അല്ലാഹുവിനെ സ്മരിക്കുക, അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാന ബഅദ മാ അമാതന വഇലൈഹി നുശൂർ. ശേഷം വുദു എടുക്കുക, പിന്നെ നമസ്കരിക്കുക. ഈ 3 കഴിയുന്നതോടുകൂടി ആ 3 കെട്ടും അഴിയുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇമാം ബുഖാരിയുടെ 1142-ാമത്തെ ഹദീസിൽ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഒറ്റയ്ക്ക് നിൽക്കാതെ സംഘത്തോടൊപ്പം ചേർന്ന് നിൽക്കുക. എന്താ പ്രബോധനമായാലും നമസ്കാരമായാലും മറ്റു മേഖലകളായിരുന്നാലും സംഘത്തോടൊപ്പം നിലകൊള്ളാനാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഒറ്റയ്ക്ക് നിൽക്കുന്നവർ വഴിതെറ്റിപ്പോകാൻ സാധ്യത ഏറെ ആയതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഘത്തോടൊപ്പം നിലകൊള്ളാൻ കൽപ്പിച്ചത് കൃത്യമായി കാണാൻ സാധിക്കും. നിങ്ങൾ സംഘത്തോടൊപ്പം നിലകൊള്ളുക, നിശ്ചയമായും ചെന്നായി തിന്നുന്നത് ഒറ്റപ്പെട്ട ആടിനെയാകുന്നു എന്ന് പഠിപ്പിച്ചു. അതുകൊണ്ട് ഒരു ജമാഅത്തായി, ഒരു സംഘമായി, ഒരു സംഘടനയായി, ഒരു ആദർശത്തിന്റെ ബന്ധുക്കളായി, ആദർശത്തിന്റെ വക്താക്കളായി ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് സാധിക്കണമെന്നുണ്ട്. ഇങ്ങനെ പിശാചിന്റെ എല്ലാ കെണിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ആ സംഘത്തോടൊപ്പം ചേരുമ്പോഴോ അവനാണ് എല്ലാ സന്ദർഭത്തിലും അവനെ നിരീക്ഷിക്കുന്ന ആ പിശാചുണ്ടല്ലോ, വഴിതെറ്റിക്കാൻ നോക്കുമ്പോഴെല്ലാം സംഘത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നവനാണോ തെറ്റിക്കാൻ കഴിയാതെ മാറി നിൽക്കുന്ന അവസ്ഥ പിശാചിനുണ്ടാവും. അതുകൊണ്ട് പിശാചിനെ രക്ഷപ്പെടാനുള്ള അല്പം ചില മാത്രമാണ് സൂചിപ്പിച്ചത്. ധാരാളം കാര്യങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ പകർത്തി പിശാചിന് പൂർണ്ണമായി വിട്ടുനിൽക്കാൻ നാം പരിശ്രമിക്കുക. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അവസാനം പറഞ്ഞ ആ പോയിന്റ് ചില്ലറയൊന്നുമല്ല വിശ്വാസികളെ. അങ്ങനെ സംഘമായതുകൊണ്ടും ഒരു ജമാഅത്തായതുകൊണ്ടും ഒരു ഐക്യപ്പെട്ടതുകൊണ്ടുമാണ് ഇതുപോലൊരു മഹല്ല കൂട്ടായ്മയും ഇതുപോലൊരു പള്ളിയും മദ്രസയും സംവിധാനങ്ങളും അതേപോലെ സംഘടനാ സംവിധാനങ്ങളും ഒക്കെ ഒരു സെറ്റപ്പോഴും കടന്നു വന്നപ്പോ കൂട്ടമായ പ്രവർത്തനം ഉണ്ടായപ്പോ നമുക്കത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഒറ്റക്കാലുകൊണ്ടല്ല, ഒറ്റക്കൊരാളെ കൊണ്ട് സാധ്യമല്ല. അത് അവിടെ ഇട്ട് പോകും. അവസാനം അയാളെ കാലശേഷങ്ങളെ കൊണ്ടു നടക്കാൻ ആളില്ലാതെ പോകും. എന്നാൽ സംഘമാകുമ്പോഴോ അത് ഏറ്റെടുക്കാൻ മറ്റുള്ളവരുടെ പിന്നാലുണ്ടാവും. ഒരാൾ പോയി കഴിഞ്ഞാലും അടുത്ത തലമുറകളുണ്ടാവും. അതുകൊണ്ടാണ് വിശ്വാസികൾ സൂചിപ്പിച്ചത് സംഘത്തോടൊപ്പം ചേർന്ന് നിൽക്കാം. ഒറ്റപ്പെട്ടവർക്കുണ്ടല്ലോ, അവർക്കൊന്നും ഒറ്റപ്പെട്ട് കഴിഞ്ഞാല് അവർക്ക് സംഭവിക്കുന്നുണ്ടല്ലോ, അവർക്ക് മറ്റുള്ളവരെ കുറിച്ച് ആരോപണം ഉന്നയിക്കാനും അവരെ കുറിച്ച് ഏഷന് പറയാനും അവരെ കുറിച്ച് പ്രദൂഷണം പറയാനും അവരെ കുറിച്ച് വാട്സപ്പിൽ ഫേസ്ബുക്കിൽ നടന്നു നിൽക്കാനും മാത്രമേ അവരെ കൊണ്ട് സാധിക്കൂ. അത് ഒറ്റപ്പെട്ടു പോയ ആളുകൾ സംഭവിക്കുന്നതാ. കൂട്ടമായി നിൽക്കുന്ന ആളുകളാണെങ്കിലോ അവരെ ഒരിക്കലും ചില കാരണം ആ ആൾ ഉപദേശിക്കാനുണ്ടാവും. അത് ചെയ്യലടാ, അത് പാടില്ല, തെറ്റാണ് എന്ന് ഉപദേശിക്കാനുണ്ടാവും. പക്ഷെ ഒറ്റപ്പെട്ടു പോയവനോ അവർ ഉപദേശിക്കാൻ ആണ്ടാവില്ല. അവൻ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക പ്രവൃത്തി. അതുകൊണ്ടാണ് പറയുന്നത് ആ സംഘത്തോടൊപ്പം ചേർന്ന് നിൽക്കാം. അപ്പോഴാണ് ഒരു തിന്മ കാണുമ്പോ മറ്റൊരുത്തരും പറയും അത് ചെയ്യല്ലേ, അത് തെറ്റാണ് കേട്ടോ, അത് പാടില്ല കേട്ടോ, അത് പരസ്യപ്പെടുത്തും പറയും ചെയ്യാൻ പാടട്ടോ. നീ അത് പരസ്യപ്പെടുത്തി കഴിഞ്ഞാൽ അത് പിന്നെ വേറെ ഒരാളുടെ പരസ്യപ്പെടുത്തുമ്പോഴോ എത്ര പാവമാണ് ഏറ്റെടുക്കേണ്ടി വരിക. അത് ഉപദേശിക്കാൻ നമുക്ക് ആളുണ്ടാവും. അതാണ് ജമാഅത്തിന്റെ ഒരു സുഖം. അതാണ് ഒറ്റപ്പെട്ടു പോയാലോ, സംഘടനാ പ്രവർത്തനങ്ങളില്ലാതെ ഒറ്റപ്പെട്ടു പോയാലോ, ആ കൂട്ടായ്മയില്ലാതെ ഒറ്റപ്പെട്ടു പോയാലോ
അവന് ചെയ്യാത്ത തമ്മാടിത്തരങ്ങളൊന്നും ഉണ്ടാവില്ല. അവൻ ചെയ്യാത്ത മുഴുവൻ തിന്മകളും അവന്റെ ഭാഗമായി നാളെ പന്തവത്തം പേറേണ്ടി വരും. കാരണം എന്താ, അവൻ വാട്സപ്പിലിട്ടു, ഫേസ്ബുക്കിലിട്ടു, പിന്നെ അത് വേറെ കുറെ ആളുകൾ പരത്തുകയാണ്. എത്ര എത്ര പാവമാണ് ഏറ്റെടുക്കുന്നത്. അതാണ് വിശ്വാസികളെ, ജമാഅത്തിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥ നാം തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം കരുതലോടെ കൂടി മുന്നോട്ട് പോവുക. ഒരു ഇലക്ഷൻ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആദർശ രംഗത്ത് ഒരു മനസ്സും രാഷ്ട്രീയ രംഗത്ത് വേറെ മനസ്സും മുസ്ലിമില്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ രംഗത്തും ഒരു മനസ്സായിരിക്കണം. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ആരായാലും, അത് അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്ന് മാത്രം അതുമായി നമ്മൾ സൂചിപ്പിക്കാൻ കാരണം, വിശുദ്ധ റമദാനിൽ നേടിയെടുത്ത മുഴുവൻ കാര്യങ്ങളും കൊണ്ടുപോയി കൊട്ടുന്ന അവസ്ഥ പിന്നീട് സംഭവിക്കാതിരിക്കാനാണ് സൂചിപ്പിക്കുന്നത്. ആ റമദാനിലൂടെ ഉണ്ടാക്കിയ ആ ചൈതന്യത്തെ പരമാവധി മുതലാക്കുക, മുന്നോട്ട് കൊണ്ടുപോവുക, അതിശക്തമായി സ്വീകരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക, ധാരാളമായി നന്മകൾ ആവർത്തിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുക, പേടിയുണ്ടാവുക. അതോടൊപ്പം തന്നെ അഹങ്കാരത്തിന് സ്ത്രീകൾ കടന്നു വരാതിരിക്കാൻ പ്രത്യേകം ആവർത്തിച്ച് പറയുന്നു, ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത് എന്നോടെന്ന പോലെ. അതുകൊണ്ട് വിശ്വാസികളെ പിശാച് അത് തന്ത്രപരമായി ഇല്ലാതെയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ആ പിശാചിനെ കരുതലോടുകൂടി നാം മുന്നോട്ട് നയിക്കുന്ന പോലെ ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. അഥവാ പിശാചുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കപ്പെട്ട മേഖലകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിശക്തമായി നാം കരുതലോടുകൂടി പ്രാർത്ഥനയോടുകൂടി മുന്നേറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം നേടിയെടുത്ത മുഴുവൻ അമലുകളും അത് വരും കാലത്തേക്കുള്ള ഊർജ്ജമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ ഭക്തന്മാരിൽ അല്ലാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ചെറുതും വലുതുമായ പാപങ്ങളെ അവൻ മഹത്തായ ഫضل കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മെ ജോലികളായി കഴിയുന്നവർക്ക് അല്ലാഹു പരിപൂർണ്ണ ശിഫയും ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടുപോയ നമ്മുടെ സഹോദരങ്ങൾക്ക്, മാതാപിതാക്കൾക്ക്, ബന്ധുമിത്രാദികൾക്ക്, ആദർശ ബന്ധുക്കൾക്ക്, പണ്ഡിതന്മാർക്കും അല്ലാഹു മാഫറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അത് മരണപ്പെട്ടുപോയ ഇപ്പോൾ നമ്മൾ വൈകിട്ട് സംസ്കരിച്ച് കടന്നു വന്ന ആ മഹദിക്ക് അല്ലാഹു മാഫറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. കുടുംബങ്ങൾക്ക് അല്ലാഹു ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള കരുത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم أحينا بالكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها مولاها يا رب العالمين. اللهم لا تدع لنا ذنبا إلا غفرته، ولا هما إلا فرجته، ولا دينا إلا قضيته، ولا مريضا إلا شفيته، ولا حاجة من حوائج الدنيا والآخرة إلا قضيتها بفضلك وكرمك يا أكرم الأكرمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم ارزقنا الاستقامة على أعمال الصالحات بعد رمضان. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد.